മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് സ്വാസിക. സീരിയലുകളിൽ അഭിനയിച്ചാണ് തുടക്കമെങ്കിലും താരം ഇപ്പോൾ ഒരുപാട് സിനിമകളിലും അതുപോലെ റിയാലിറ്റി ഷോയിലുമൊക്കെ സജീവമാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും സ്വാസികയുടെ വിവാഹം കണ്ടതാണ്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. സീരിയലുകളിൽ കൂടെ അഭിനയിച്ച പ്രേം ജേക്കബിനെയാണ് സ്വാസിക വിവാഹം ചെയ്തത്. ഇപ്പോഴിതാ സ്വാസിക ഗിഞ്ചർ മീഡിയയുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ആണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്വാസികയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം സ്വാസിക പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ആളുമായിട്ടുള്ള വിവാഹം ആദ്യം ഒന്നും പ്രേം ജേക്കബുമായിട്ടുള്ള വിവാഹം വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല. സ്വാസികയുടെ അല്ല, പ്രേം ജേക്കബിൻ്റെ. കാരണം ഇതൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആണല്ലോ. അപ്പോൾ സ്വാസികയുടെ കാര്യം വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ പ്രേമിൻ്റെ മദർ പ്രേമിനോട് ഒരു 6 മാസത്തോളം സംസാരിച്ചില്ല. അതുപോലെ തന്നെ ഇവരുടെ സ്വാസികയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നതിന് ശേഷം ഈ സ്വാസികയുടെ അച്ഛനും അമ്മയും മാറി മാറി അവർ ഫോൺ വിളിച്ചിട്ടൊന്നും അവർ കോളൊന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല. പക്ഷേ പ്രേം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആരൊക്കെ എതിർത്താലും ആര് വന്നില്ലെങ്കിലും സ്വാസികേനെ തന്നെ വിവാഹം കഴിക്കും എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് സ്വാസികയ്ക്കും ഒരു സന്തോഷമായതെന്ന് സ്വാസിക പറയുന്നു. എന്നാൽ അതൊരു വിവാഹത്തിൻ്റെ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് ശേഷം അമ്മയാണ് രണ്ടുപേരെയും സിനിമ സീരിയലിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതെന്നും സ്വാസിക പറയുന്നുണ്ട്. അപ്പോൾ സ്വാസികയുടെ ഒരു പഴയ ഇൻ്റർവ്യൂവിൽ സ്വാസിക ഇങ്ങനെ പറയുണ്ടായി, എണീറ്റ് വരുന്ന സമയത്ത് ഭർത്താവിൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനത്തെ രീതികളൊക്കെ ഫോളോ ചെയ്യാനാണ് താല്പര്യമെന്ന്. അപ്പം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒരു പണ്ടത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നതാണ്, ഇതൊന്നും അധിക സമയം ഉണ്ടാകില്ല, അധിക കാലമൊന്നും ഇത് നിലനിൽക്കില്ല എന്നൊക്കെ. പക്ഷേ അവർ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സ്വാസിക ഭർത്താവിനോട് അങ്ങനെ തന്നെയാണ്. ഭർത്താവും സ്വാസിക കാലിൽ തൊട്ട് വന്ദിക്കുന്ന സമയത്ത് ഭർത്താവ് ഓടിച്ചെന്ന് സ്വാസികയുടെ കാല് തൊട്ട് വന്ദിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഒരു റെസ്പെക്റ്റ് ആണ്. ഇപ്പോഴും സ്വാസികയുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ആ ഒരു പഴയ രീതികളൊക്കെ പിന്തുടർന്ന് പോകുന്നൊരു സ്റ്റൈല് തന്നെയാണ്. ഇപ്പോൾ ഭർത്താവിന് ഭക്ഷണം, ചായ ഒക്കെ എടുത്തു കൊടുക്കുക, ഭർത്താവ് കഴിച്ച പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ അടുക്കളയിൽ ഭർത്താവിനെ കയറ്റാതെ എല്ലാ കാര്യങ്ങളും ഭർത്താവിന് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് സ്വാസികയുടേത്. പക്ഷേ ഇതിന് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു വന്നിരുന്നു. ഇതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്. അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരുടേതായ മാത്രം ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലേ. അതേസമയം ഈ ഒരു 2-3 ദിവസമായിട്ട് ട്രെൻഡിങ്ങിലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, പഴയ സിനിമാ നടി കനകയുടേത്. അപ്പോൾ കനകയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് കനക തന്നെയാണോ എന്ന്. ഒരു ക്രീം കളർ സ്ലീവ്ലെസ് സൽവാറൊക്കെ ഇട്ട് ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു ഫോട്ടോ, ഏതോ ഒരു മാളിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റിന് താഴെ, ഈ ഒരു ഫോട്ടോൻ്റെ താഴെ ഒരുപാട് പേരാണ് നെഗറ്റീവ് കമൻസുമായിട്ട് എത്തിയത്. പുള്ളിക്കാരി ഇപ്പോൾ ലൈം ലൈറ്റിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്ത ആൾ ബാലാജി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ചെന്നൈയിലുള്ള. അപ്പം ഇങ്ങനെ ഈ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് നെഗറ്റീവ്സ് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കനകക്ക് അങ്ങനെ മാനസിക പ്രശ്നമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം, സമാധാനപരമായിട്ട് ജീവിക്കാൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ അദ്ദേഹം പങ്കുവച്ചതിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു വിഷമം ഉണ്ടെന്ന് കൂടി പറയുന്നു. കാരണം ഇത്രയും നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുമെന്ന് അയാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല.